നമസ്തേ. ജാർഖണ്ഡിൽ നിന്നും ബന്ധുക്കൾ അറിയാതെ യുവതിയെ കേരളത്തിൽ കായംകുളത്തെത്തിച്ചാണ് മുഹമ്മദ് ഗാലിബ് വിവാഹം കഴിച്ചത്. ചിത്തപ്പൂർ സ്വദേശിയായ ആശ വർമ്മയെ മതം മാറ്റിയാണ് മുഹമ്മദ് ഗാലിബ് വിവാഹം കഴിച്ചത്. നാട്ടിൽ ഇരുവരുടെയും അടുപ്പം വിവാദമായ സാഹചര്യത്തിൽ ഗൾഫിൽ കൂടെ ജോലി ചെയ്തിരുന്ന മലയാളിയായ കായംകുളത്തുകാരൻ സുഹൃത്തിന്റെ സഹായത്തോടെ മുഹമ്മദ് ഗാലിബ് യുവതിയുമായി കേരളത്തിലെത്തി. ബന്ധുക്കൾ പോലീസുകാരോടൊപ്പം കായംകുളത്തെത്തിയെങ്കിലും ഇരുവരും പോകാൻ തയ്യാറായില്ല. കഴിഞ്ഞ മാസം ആശാ വർമ്മയുടെ കുടുംബം മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചതറിഞ്ഞ് വിദേശത്ത് നിന്ന് മുഹമ്മദ് ഗാലിബ് നാട്ടിലെത്തി. ആശാ വർമ്മയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മതം മാറ്റി കല്യാണം കഴിക്കുകയായിരുന്നു. നോട്ട് ദ പോയിന്റ്. സ്നേഹമാണ്, പ്രണയമാണ്, അതുകൊണ്ട് കൂടെ ജീവിക്കാൻ പെൺകുട്ടിയുടെ മതം മാറ്റി. അതായത് മുഹമ്മദ് ഗാലിബ് ആശാ വർമ്മയെ പ്രണയം നടിച്ചു മതം മാറ്റി വിവാഹം കഴിച്ചു എന്നു തന്നെയല്ലേ വാർത്തയിൽ വ്യക്തമായി പറയുന്നത്, അല്ലേ? ഇതിനാണ് ഞങ്ങൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. വാർത്തയിൽ തന്നെ പറയുന്നത് പ്രകാരം ഫെബ്രുവരി 9 ജാർഖണ്ഡിൽ നിന്ന് കേരളത്തിലെത്തിയ ഇതര മതസ്ഥരായ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയും ഫെബ്രുവരി 11 ഇസ്ലാം മതപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തു. അതിനുവേണ്ട സഹായം ചെയ്തത് മുഹമ്മദ് ഗാലിബിനൊപ്പം വിദേശത്ത് ജോലി നോക്കുന്ന കായംകുളം സ്വദേശിയായ സുഹൃത്തും. വിശാല ഹൃദയനായ സുഹൃത്തിന്റെ പേര് കൊടുത്തിട്ടില്ലെങ്കിലും ആള് സമാധാന മതക്കാരനാണെന്ന് തിരിച്ചറിയാൻ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ട കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ലവ് ജിഹാദ് കെണിയിൽപ്പെട്ട് ഫെബ്രുവരി 9 കേരളത്തിലെത്തിയ ആശാ വർമ്മ 2 ദിവസം കൊണ്ട് തലയിൽ തട്ടം കയറി ആശാ ബീവിയായെന്ന് സാരം. ആശാ വർമ്മയെ മതപരിവർത്തനം നടത്തിയത് എവിടെ വെച്ചാണെന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്നും മുഹമ്മദ് ഗാലിബിന് ലവ് ജിഹാദിനുള്ള സഹായം ചെയ്തു കൊടുത്ത വിദേശത്തുള്ള കായംകുളം സ്വദേശിക്ക് ഇത്തരം സംഘടനയുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്ത് എവിടെ നിന്നും ഹിന്ദു പെൺകുട്ടികളെ ലവ് ജിഹാദിൽപ്പെടുത്തി കടത്തിക്കൊണ്ടുവന്ന് മതം മാറ്റി വിവാഹം കഴിക്കാൻ അനുയോജ്യമായ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് പിണറായി വിജയന്റെ മുസ്ലിം പ്രീണന നയങ്ങളാണ്. അധികം വൈകാതെ തന്നെ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുകയും ചെയ്യും.